ഇന്നത്തെ എൻ്റെ ഒരു ധ്യാനത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആദ്യമേ ഞാൻ പത്രജിക്കും സീമാജിക്കും സുഭാഷ്ജിക്കും ഈ വിശ്വപ്രപഞ്ചത്തിലെ എല്ലാ ദിവ്യാത്മ സ്വരൂപർക്കും നന്ദി പറയുന്നു. ഞാൻ ഈ കഴിഞ്ഞ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് മുതലാണ് ആനാപാന സതി ധ്യാനം ആരംഭിച്ചത്. VMC മലയാളം മെഡിറ്റേഷൻ ചാനലിലെ സീമാജിയുടെ ഓരോ വീഡിയോകൾ കണ്ടിട്ട്. അപ്പോൾ അന്ന് ഞാൻ ആ ഒരു കർമ്മപ്രക്ഷാളന ധ്യാനം ആരംഭിച്ചത് 41 നാളിലേക്ക് 26ാമത്തെ ധ്യാനം മുതലാണ് ഞാനത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് എനിക്ക്. അപ്പോൾ ഇത് എല്ലാ ദിവസവും കണ്ടിന്യൂവേഴ്സ് ഞാനത് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളാണ് എനിക്ക് സംഭവിച്ചതെല്ലാമേ. കാരണം ഇതിനു മുമ്പേ ഞാൻ കൊറോണ കാലം മുതലേ ഞാൻ ധ്യാനത്തിൻ്റെ ഓരോ രീതികൾ പല രീതിയിൽ യൂട്യൂബിലൊക്കെ നോക്കി അതൊക്കെ ഞാൻ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്ക് ഒരു ധ്യാന അവസ്ഥയിലേക്ക് പോകാൻ പറ്റി ആനാപാന സതിയിലേക്ക് വന്നതിന് ശേഷം. അപ്പോൾ സീമാജി പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, വർഷങ്ങളുടെ ധ്യാനാനുഭവങ്ങളിൽ കൂടെ മാത്രമേ ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. സത്യമാണത്. ഞാൻ ഒരുപാട് നാളത്തേക്ക് ശ്രമമാണ് അവസാനം ഈ 3-4 മാസം മുമ്പ് അതിൽ നിന്ന് ആനാപാനസതി ധ്യാനം ആരംഭിച്ചത്. അപ്പോൾ ഒരുപാട് നാളുകളെ ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു പാപഭാരം എനിക്കുണ്ടായിരുന്നു. എവിടെ ചെന്നാലും ഞാനത് തീർക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ധ്യാനത്തിലൂടെ ഞാൻ ആ ഒരു പാപഭാരമാണ് ഞാൻ ഇറക്കി വെച്ചത്. തീർച്ചയായിട്ടും അത് ഞാൻ നിങ്ങൾക്കോട് പറയുമ്പോൾ നിങ്ങൾക്കും അതിനെപ്പറ്റി ഒരു ധാരണയുണ്ടാവും. ഈ ധ്യാനത്തിലൂടെ നമ്മൾ നേടേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ പ്യൂരിഫിക്കേഷൻ മാത്രമാണ്. അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ ധ്യാനത്തെ ഉപയോഗിക്കരുത് ആരും. അപ്പോൾ എൻ്റെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് വർഷങ്ങൾക്ക് കല്യാണത്തിനൊക്കെ മുമ്പേ എൻ്റെ അച്ഛന് ഒരു ആസ്മ രോഗിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഈ കവിളിന് ഒരു മുഴ മാതിരി വന്നിട്ട് അത് ഓപ്പറേഷൻ ചെയ്തപ്പോൾ അത് ഉമിനീർ ഗ്രന്ഥിയോട് ചേർത്ത് ആ ഡോക്ടർ കട്ട് ചെയ്തു. പ്രാക്ടീസ് ഇല്ലാത്തൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ അത് ഉമിനീർ ഗ്രന്ഥി കട്ട് ചെയ്തപ്പോൾ വായിലെ ജലാംശം നഷ്ടമായതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് എൻ്റെ അച്ഛൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കടയിട്ടത്. എൻ്റെ സഹോദരനാണ് എനിക്കതിനുള്ള എല്ലാ ഹെൽപ്പും ചെയ്തത്. അപ്പോൾ ഞാൻ ഷോപ്പിട്ട് അന്ന് പതിവ് പോലെ ഞാൻ ഷോപ്പിലോട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ കുളിക്കാൻ എനിക്കൊരു ശകലം ചൂടുവെള്ളം ഉണ്ടാക്കിത്താ എന്ന് പറഞ്ഞു. അപ്പം ബസ്സിന് സമയമായി. കടയിലാണ് അർജൻറ്റ് വർക്കുകൾ നിറയെ സ്റ്റോക്കുണ്ട്. സീസൺ ടൈമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അച്ഛൻ ബസ്സിന് സമയമായി. കടയിൽ നിന്ന് ഒരുപാട് തിരക്കുണ്ട്. എൻ്റെ ചേച്ചി വീട്ടിലുണ്ടപ്പോൾ അവൾ ചെയ്തു തരും, ഞാൻ പോട്ടെ പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി പോരുക ചെയ്തത്. അപ്പോഴൊന്നും എനിക്കത് തോന്നിയില്ല. ഒന്നും എനിക്കതിനെപ്പറ്റി ഇതായിട്ട് തോന്നിയില്ല. കാരണം അച്ഛൻ അവിടെ ഇരിക്കുന്നു, ചേച്ചി വീട്ടിലുണ്ട്, അമ്മ വീട്ടിലുണ്ട്, അവരാരെങ്കിലും ചെയ്ത് കൊടുക്കുമല്ലോ എന്നുള്ള ഒരു വിചാരത്തിൽ. അപ്പോൾ ഞാൻ വന്ന് കടയിൽ വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പം എൻ്റെ സഹോദരൻ എനിക്ക് ഇൻഫോം ചെയ്തു, അച്ഛൻ തലകറങ്ങി വീണു, ഒരു സൈഡ് തളർന്നു, സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം, നീ പെട്ടെന്ന് വാ, ഞാൻ വണ്ടി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത്, അച്ഛൻ എന്നോട് ആ കുളിക്കാൻ വെള്ളം ചോദിച്ചു, ഞാനത് കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം ആ നിമിഷം മുതൽ എനിക്ക് തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് കടയെല്ലാം പൂട്ടി ഞാൻ പെട്ടെന്ന് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അച്ഛൻ സംസാരിക്കുന്നില്ല. എന്നെ കണ്ടപ്പം കൈ മാത്രം എടുത്ത് ഇങ്ങനെ ഉയർത്തി എന്തോ ആംഗ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് ആദ്യം കോഴഞ്ചേരി മോൻ്റെ ആശുപത്രി എന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട്. അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ പറ്റില്ല, പെട്ടെന്ന് വേറെ ആശുപത്രിയിലോട്ട് തിരുവല്ലയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ തിരുവല്ല പുഷ്പഗിരിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോയപ്പം കൊണ്ടുപോകുന്നതിന് മുമ്പേ അവർ BP-യുടെ ഒരു ഗുളിക നാക്കിനടിയിൽ വെച്ച് കൊടുത്തു. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായില്ല. പെട്ടെന്ന് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റായി ഒരാഴ്ച കിടന്നു. അപ്പോൾ ഡോക്ടർ പരിശോധന എല്ലാം കഴിഞ്ഞ് തലയിലെ ബ്ലഡ് ഞരമ്പ് പൊട്ടിയതാണ്. അപ്പോൾ അത് കുറച്ച് സീരിയസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് മുതലേ വെൻറ്റിലേറ്ററിലായിരുന്നു. അപ്പം ഞാൻ മാറാതെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ കറക്റ്റ് ഒരാഴ്ച കിടന്നു. എൻ്റെ അച്ഛൻ മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് മുതൽ
ഇന്ന് ഈ നിമിഷം വരെ ഞാൻ മാനസികമായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ എവിടെ പോയാലും എൻ്റെ അച്ഛനെ കണ്ടാൽ ആ കാൽക്കൽ വീണ് എനിക്കൊന്ന് മാപ്പ് ചോദിക്കാൻ. അവസാനമായിട്ട് കുളിക്കാൻ വെള്ളം ചോദിച്ചിട്ട് ഒരു ദേഷ്യത്തിൻ്റെ പുറത്തൊന്നുമല്ല ഞാനത് ചെയ്യാതിരുന്നത്. അന്നേരം ആ ജോലി തിരക്കിനിടയിൽ ഞാനത് വീട്ടിലാരെങ്കിലും ചെയ്ത് കൊടുക്കൂ എന്നുള്ള ആ ഒരു വിചാരത്തിൽ ഞാൻ പെട്ടെന്ന് റെഡിയായി പോയതാണ്. പക്ഷേ അതിന് ശേഷം എൻ്റെ അച്ഛൻ എന്നോട് സംസാരിച്ചിട്ടില്ല. അവസാനം സംസാരിച്ചതായിരുന്നു എന്നോട് ആ വെള്ളം ചോദിച്ച്. ആ ഒരു പാപത്തിൻ്റെ ഫലം ആയിരിക്കാം എൻ്റെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ വിഷമാവസ്ഥകൾക്കെല്ലാം കാരണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്നത്തെ ധ്യാനത്തിൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടു. അപ്പോൾ ഞാൻ ഒരുപാട് കാര്യം ഞാൻ മാപ്പ് ചോദിച്ചു എൻ്റെ അച്ഛനോട്. അവസാനം ഞാൻ അച്ഛൻ്റെ ചിരിക്കുന്ന മുഖമാണ് കണ്ടത്. മനസ്സിലായി എനിക്ക് എൻ്റെ അച്ഛൻ എന്നോട് ക്ഷമിച്ചു എന്ന്. എല്ലാവരും ആ ധ്യാനാവസ്ഥയെന്ന് പറയുന്നത് ആർക്കും വിശദീകരിച്ച് തരാൻ പറ്റുന്ന കാര്യമല്ല. അതനുഭവിക്കണം. ആ ധ്യാനമെന്ന് പറയുന്നത് ആ ഒരു മഹത്തായ ഒരു കാര്യം ഓരോ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റാൻ പറ്റുന്നതാണ്. സീമാജിയുടെ ഓരോ വീഡിയോകളിലും പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ ആ ധ്യാനത്തെ പിന്തുടർന്ന് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളും ഞാൻ കൊണ്ടു നടന്ന എൻ്റെ ഈ പാപഭാരത്തെ എനിക്ക് ഇന്ന് ഇറക്കി വയ്ക്കാൻ പറ്റിയത്. അതിന് ഈ പ്രപഞ്ചം എന്നെ സഹായിച്ചത്. നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്കൊന്നും പ്രപഞ്ചശക്തികളെ ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ. നമുക്കെന്തെങ്കിലും ഒരു ജീവിതത്തിൽ കഷ്ടങ്ങളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ വന്നാൽ അതെന്തുകൊണ്ടാണ് നമ്മൾ വന്നത്, എന്തുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ വന്നതെന്നതിനുള്ള തിരിച്ചറിവുണ്ടാകണം. ആ സത്യങ്ങളാൽ മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ അതിനെ അനുഭവിക്കാൻ വയ്യ ഞാനതിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് നിങ്ങളെവിടെ പോയി ഒരു പരിഹാരം ചെയ്താലും നിങ്ങൾക്ക് അതിൽ നിന്നൊന്നും വീണ്ടും വരാൻ പറ്റില്ല. ധ്യാനത്തിലൂടെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റിയെടുക്കാം. ഞാൻ ഇത്ര നാളും എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു വലിയ കുറ്റബോധമാണ്, പാപഭാരമാണ് ഞാൻ ഇറക്കി വെച്ചത്. അതും ഇന്ന് ഞായറാഴ്ച ദിവസം സൂര്യഭഗവാന്റെ ആ ഒരു ദിവസം. ഇന്ന് സൂര്യഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനെല്ലാം പിതാവാണ്. അന്നത്തെ ദിവസം എനിക്ക് അച്ഛൻ ധ്യാനത്തിലൂടെ ദർശനം തന്നിട്ട് എനിക്ക് ഈ പാപഭാരം ഇറക്കി വയ്ക്കാൻ പറ്റിയെങ്കിൽ പ്രപഞ്ചം എനിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണിത്, ഒരു സഹായമാണിത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ധ്യാനം എടുക്കുക. ആ ധ്യാനത്തിലൂടെ മാത്രമേ നമ്മുടെ ആത്മാവിനെ നമ്മൾക്ക് ശുദ്ധീകരിക്കാൻ പറ്റുകയുള്ളൂ. ആത്മാവിൻ്റെ ആ ഒരു രോദനം നമ്മുടെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾക്കൊരിക്കലും സമാധാനം കിട്ടത്തില്ല. അത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാവരും ധ്യാനമെടുക്കുക. ദിവസവും മുടങ്ങാതെ. അതിനൊരു കാരണങ്ങളും നിങ്ങൾ മുടക്കം പറയാതെ ദിവസവും നിങ്ങൾ ധ്യാനമെടുത്ത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിയെടുക്കുക നിങ്ങൾ. അപ്പോൾ എല്ലാവരും BMC മെഡിറ്റേഷൻ ചാനലിലേക്ക് പോയി സീമാജി പറയുന്ന ഓരോ കാര്യങ്ങളും അനുകരിച്ച് ആ വഴിയെ നിങ്ങൾ യാത്ര ചെയ്താൽ തീർച്ചയായിട്ടും എനിക്ക് വന്ന ഈ പ്യൂരിഫിക്കേഷൻ പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകും. മനസ്സിൽ കൂടി കിടക്കുന്ന പലതും വെളിയിലെടുത്ത് കളഞ്ഞ് നമുക്ക് ഉള്ള വഴികൾ കാണിച്ചു തരും ഈ പ്രപഞ്ചം. ഓക്കെ.